ഗൈസ്, ഇന്ന് നമ്മളൊരു വിൻറ്റേജ് ലെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അധികം ഇൻട്രോ ഒന്നും പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വേഗം കാര്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ലെറ്റർ കവർ ഉണ്ടാക്കാട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡ് കളറുള്ളൊരു പേപ്പറാട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് 29 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പേപ്പറാട്ടോ. 29 സെൻറ്റിമീറ്റർ എടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇത്തിരി വലിയൊരു കവർ ലെറ്റർ ആവട്ടെ എന്ന് വെച്ചിട്ടാട്ടോ അത്രയും എടുത്തത്. പിന്നെ ഒരു കാര്യം, ഈ സൗണ്ടിൻ്റെ ഇടയിൽ വല്ല കാക്കയുടെയോ പട്ടിയുടെയോ സൗണ്ട് കേട്ടുന്നു വരും. ഞാൻ ഓടിച്ചു നോക്കാൻ നോക്കി, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പേപ്പർ 3 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഞാൻ സെൻറ്റർ കണ്ടെത്തിയത് 2 വശം ഫോൾഡ് ചെയ്തിട്ടല്ല കേട്ടോ, കാരണം ഫോൾഡ് ചെയ്ത ഒരു മാർക്ക് വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 2 സൈഡിൽ നിന്നും സ്കെയിൽ കൊണ്ട് ഹാഫ് കണ്ടെത്തിയിട്ട് 29 ആണെങ്കിൽ 14.5 ആണ് ഹാഫ്. അത് നോക്കിയിട്ടാട്ടോ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ 4th സൈഡ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്തിരി ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്യാപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഒരു 2.5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററോ ഒക്കെ എടുക്കാം. ഞാൻ ഈ നല്ലപോലെ പ്രസ് ചെയ്യുന്നത് പേപ്പറിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ പേപ്പർ എടുക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാ വന്ന ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് തള്ളി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കവർ ലെറ്റർ കാണാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഗ്ലൂ ഒട്ടിക്കൽ പരിപാടിയാട്ടോ. ഞാൻ 2 സൈഡിൽ അത്യാവശ്യം നല്ലപോലെ ഗ്ലൂ വെച്ചിട്ടാട്ടോ ഒട്ടിച്ചത്. കാരണം എൻ്റെ പേപ്പർ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായി. അപ്പോൾ നിങ്ങൾ കട്ടിയുള്ളൊരു പേപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഗ്ലൂ വെച്ചോളൂ. ഞാൻ ബുക്കൊക്കെ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ടാട്ടോ സംഭവം സെറ്റാക്കി എടുത്തേ. അങ്ങനെ നമ്മുടെ കവർ ലെറ്റർ റെഡിയായി. ഇനി ലെറ്ററിലേക്ക് പോവാം. ലെറ്ററിന് വേണ്ടി ഞാൻ എടുത്തത് A4 ഷീറ്റ് ആട്ടോ. A4 ഷീറ്റ് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു പേജ് യൂസ് ചെയ്യുന്നുള്ളൂ, 2 പേജ് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എങ്ങാനും ഒരു എമർജൻസി വന്നാലോ, അതുകൊണ്ടാട്ടോ 2 പേജ് എടുത്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കാം കേട്ടോ, ആ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ആ പേപ്പറിന് ഒരു ബ്രൗൺ കളർ വരുത്താന്നുള്ളതാണ്. അതിനുവേണ്ടി അന്നും ഇന്നും എന്നും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രൂ കോഫി. ഇത് ആക്ച്വലി തലേന്ന് തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്, എന്നാലേ അതിൻ്റെ ഒരു കളർ അതിനെ സെറ്റായി കിട്ടുള്ളൂ. ബട്ട് എൻ്റെ ഒരു മടി കൊണ്ടാട്ടോ ഞാൻ ചെയ്യാഞ്ഞേ. ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ കാണിക്കുന്നൊരു മണ്ടത്തരാട്ടോ. ഇതേപോലെ ആരെയും ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. കാരണം ഞാൻ എന്തിനാണ് ഈ ബ്രഷ് എടുത്ത് അടിക്കുന്നത്? ഒരു പ്ലേറ്റിലേക്ക് ആ ബ്രൂ കോഫി ഒഴിച്ചിട്ട് മുക്കി വെച്ചാൽ മതിയില്ലേ. ബോധം ഉദിച്ച് ഞാൻ പിന്നെ പ്ലേറ്റ് എടുത്തോണ്ട് വന്ന സംഭവം സെറ്റാക്കി കേട്ടോ. സംഭവം വീഡിയോയിൽ കാണുന്നേക്കാണ്ട് ഉള്ള ബ്രൂ കോഫി ഞാൻ പിന്നീട് ഒഴിച്ചു കേട്ടോ. സംഭവം അത് 2 പേപ്പറിന് അത് മതിയേ വന്നില്ല. പിന്നെ കുറച്ചധികം നേരം ഞാൻ വെച്ചോട്ടോ, ഒരു 10-15 മിനിറ്റ് ഞാൻ മുക്കി വെച്ചിട്ടാണ് പിന്നെ വെയിലത്ത് വെച്ച് സംഭവം ഉണക്കിയെടുത്തത്. സംഭവം നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടോ. ആദ്യത്തെ പേപ്പറിനാണ് കുറച്ചും കൂടി കൂടുതലൊരു വിൻറ്റേജ് ലുക്ക് ഉള്ളത്. ഇനി അതൊന്നും കൂടി സെറ്റാക്കാൻ വേണ്ടി മെഴുതിരി എടുക്കുക, 4 സൈഡും ജസ്റ്റ് ഒന്ന് കരിയിച്ച് കൊടുക്കുക. അത്ര കരിയിക്കരുത്, പേപ്പർ കത്തിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ ഭാവനയാട്ടോ വേണ്ടത്. ഞാൻ എൻ്റെ ഭാവനയിൽ വന്ന എന്തൊക്കെയോ സംഭവങ്ങളാണ് ആ പേപ്പറിൽ എഴുതി കൂട്ടി. എന്താന്ന് തന്നെ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ആ നിമിഷം വന്നു, അപ്പം തന്നെ അത് എഴുതി അങ്ങോട്ട് വെച്ചു. അങ്ങനെ ഏകദേശം നമ്മുടെ ലെറ്റർ ഒന്ന് എഴുതി തീരാറായി കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഒരു ഫൈനൽ ടച്ചപ്പ് നടത്താം. വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക്ക് എടുക്കുക, തള്ളവിരൽ ജസ്റ്റ് ഒന്ന് ആ സംഭവം തേക്കുക, എന്നിട്ടൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ലെറ്റർ സെറ്റായി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കവർ ലെറ്റർ എടുക്കുന്നു, അതിനുള്ളിൽ ലെറ്റർ വയ്ക്കുന്നു കേട്ടോ. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ വല്ല ചെറിയ ചെറിയ ഗിഫ്റ്റോ അല്ലെങ്കിൽ ജ്വല്ലറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ ഇടാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പരിപാടി സീൽ ചെയ്യലാട്ടോ. അതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ചാക്കുനൂലെടുത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. സീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്രൈ ഫ്ലവേഴ്സ് ആയിട്ട് എടുത്തത് ഒരു ഉണങ്ങിയ റോസപ്പൂവും പിന്നെ കറിവേപ്പിലയാട്ടോ. ആക്ച്വലി കറിവേപ്പില എന്ന് പറയുമ്പോൾ ആരും ചിരിക്കണ്ട, സംഭവം കൂടെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ പരിപാടി കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റാലിക് പൗഡർ കൊണ്ട് ഞാൻ കറിവേപ്പിലയിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം അത് തട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. സംഭവം നല്ലൊരു ഗോൾഡ് ഫിനിഷ് ആട്ടോ കിട്ടിയത്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ഗ്ലൂ ഗൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ചൂടായി. ഇനി നമ്മുടെ സീൽ ഉണ്ടാക്കൽ പരിപാടി കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഗ്ലൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സീൽ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഗ്ലൂ സെറ്റായി. ഇനി അതിൻ്റെ മേലേക്ക് കറിവേപ്പിലയും പിന്നെ ഉണങ്ങിയ റോസാപ്പും വെച്ചിട്ട് ഞാനൊരു കോയിൻ വെച്ചിട്ടാട്ടോ പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോയിൻ UK-ത്തെ ആട്ടോ. എനിക്കൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനത്തെ സംഭവം എടുത്തത്. ഇനി നമുക്ക് ഗ്ലൂ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് കോയിൻ മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്ലൂ നല്ലപോലെ ഉണങ്ങിയിട്ടോ. കോയിനൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ടാട്ടോ സംഭവം വന്നിട്ടുള്ളത്. ആ ഡീറ്റെയിൽ ഒന്നും കൂടി ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ മെറ്റാലിക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റാലിക് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സെയിൽ യൂസ് ചെയ്ത പോലത്തെ ഒരു ലുക്കാട്ടോ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് ലെറ്റർ സെറ്റായി കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഈ കാക്കയുടെയും കോഴിയുടെയും പട്ടിയുടെയും കുരുവിയുടെ ഒക്കെ സൗണ്ട് കേട്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടവർ ലൈക്കും സബ്സ്ക്രിപ്ഷനും കൂടി അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.